അച്ഛാ, നന്ദൻ സാറിനും ആതിരയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു മുരളിയേട്ടാ. എപ്പോഴാണെങ്കിലും ഇവൾ അറിയേണ്ടതല്ലേ. പറയച്ചാ, അവർക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, രണ്ടുപേർക്കും അല്പം പരിക്കുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശി അമ്മയൊക്കെ പറഞ്ഞല്ലോ ക്രിട്ടിക്കലാന്ന്. അത് പിന്നെ ആതിരയ്ക്ക് അല്പം സീരിയസാ. നന്ദൻ അത്ര വലിയ പരിക്കില്ല. അപ്പു എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അത് ഫോൺ അപ്പുവിൻ്റെ അടുത്തല്ല, അതുകൊണ്ടാവും. നീ വിഷമിക്കണ്ട, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പും വി പി അങ്കിളും ഗീത ആന്റിയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അച്ഛാ, എന്നെ അപ്പുവിന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകോ പ്ലീസ്? ഇപ്പോഴോ? ഈ രാത്രിയിലോ? വേണ്ട മോളെ, നമുക്ക് രാവിലെ പോവാം. അത് മതി മാളു. ഇനി ഇപ്പൊ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരെയൊന്ന് കാണാൻ കൂടി പറ്റില്ല. എന്നാൽ എനിക്ക് അപ്പൂനെങ്കിലും ഒന്ന് കാണണമായിരുന്നു അമ്മ. അപ്പു ഇതെങ്ങനെ സഹിക്കും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാളു? പ്രാർത്ഥിക്കാം, അത്ര തന്നെ. നീ ഒന്ന് സമാധാനപ്പെട്. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങൾ നേരിട്ട് അറിയാലോ. അമ്മ കിടന്നോ? ഇപ്പൊ കിടന്നതേ ഉള്ളൂ. നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. കിടക്കട്ടെ, മോള് പോയി കിടന്നോ. നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ. ചെല്ലാം. അവർക്ക് പേടിക്കത്തക്കതായ ഒന്നുമില്ലല്ലോ മുരളിയേട്ടാ, അല്ലേ? ഒന്നും പറയാറായിട്ടില്ല അശ്വതി. നന്ദന്റെ കാര്യത്തിൽ ഡോക്ടേഴ്സ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. പക്ഷെ ആതിരയുടെ കാര്യത്തിൽ ഇപ്പോഴും റിസ്ക് തുടരുക. അഥവാ സർവൈവ് ചെയ്താലും പൂർണ്ണമായൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ചിലപ്പോ ലൈഫ് ലോങ് ബെഡ് റിഡൻ ആയിരിക്കാനാ ചാൻസ് എന്ന്. ഈശ്വര, അപ്പോ എന്തു പറയുന്നു? എന്തു പറയാൻ? ആർക്കും അപ്പുവിനെ ഫേസ് ചെയ്യാൻ ഒരു ധൈര്യമില്ല. ആരോടും മിണ്ടാതെ ഐസുവിന് മുന്നിൽ ഒറ്റയിരുപ്പ. നാളെ രാവിലെ എന്തായാലും മാളിനെ കൊണ്ട് പോണം. അപ്പുവിനൊരു ആശ്വാസം ആയിക്കോട്ടെ. ജോക്കൂട്ടം വന്നെന്ന് തോന്നുന്നു. നീ ഇതെവിടെയായിരുന്നു ജോബിൻ? എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു. നിന്റെ മൊബൈലിന് എന്താ പറ്റിയത്? വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അമ്മീ, അത് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. വിളിച്ചു പറയാൻ പറ്റാതെ പോയത് മൊബൈൽ ചാർജ് തീർന്ന് ഓഫായി പോയതുകൊണ്ട്. ജോക്കുട്ടാ, നിന്റെ കെട്ടിയോളും അമ്മയും ടൂറ് കഴിഞ്ഞ് ഇങ്ങ് എത്തിയെന്ന്. ആ, അത് ഞാൻ അറിഞ്ഞിരുന്നു അമ്മച്ചി. രാവിലെ മാള് വിളിച്ച് പറഞ്ഞിരുന്നു. മുരളിയങ്കിള് അവരെ പിക്കാൻ പോകുന്നു പറഞ്ഞു. മുരളിക്ക് പോകാൻ പറ്റിയില്ല. അയ്യോ, അത് പറ്റി? അപ്പൊ നീ ഹോസ്പിറ്റലിലെ കാര്യമൊന്നും അറിഞ്ഞില്ലേ? മുരളി ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലിലോ? അങ്കിളിന് എന്ത് പറ്റി? മുരളിക്കൊന്നും പറ്റിയിട്ടില്ല. നന്ദകുമാറും അയാളുടെ അനിയത്തിയും സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റിൽ പെട്ടു. അയ്യോ, അതെപ്പോ? ഞാൻ അറിഞ്ഞില്ല മമ്മി. ഈ കാര്യം പറയാൻ ഞാൻ നിന്നെ കുറെ വിളിച്ചതാ. പക്ഷെ അപ്പോഴൊക്കെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ നിന്നെ വിവരം അറിയിക്കാനാ? അതെങ്ങനാ? ആശുപത്രി ചെന്ന് കഴിഞ്ഞാ പിന്നെ ചെറുക്കന് കുടുംബകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലല്ലോ. ഇതൊന്നും അത്ര നല്ലതല്ലടാ മോനെ. നമ്മൾ എവിടെ ഇരുന്നാലും കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മ വേണം. മമ്മി, അവർക്കിപ്പോ എങ്ങനെയുണ്ട്? ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലാ. നന്ദന്റെ പരിക്കുകൾ അത്ര ഗുരുതരമല്ലെന്നാ ഗീത വിളിച്ചപ്പോ പറഞ്ഞത്. പക്ഷേ ആതിരയുടെ കാര്യം അല്പം ക്രിട്ടിക്കലാ. വിജയും ഗീതയും അപ്പുവും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. എനിക്കും അങ്ങോട്ടൊന്ന് പോണോന്നുണ്ടായിരുന്നു. നീ വരാൻ വൈകിയതുകൊണ്ട് അതും നടന്നില്ല. ഞാനെന്നാ വേഗം റെഡി ആയിട്ട് വരാം. നമുക്ക് പോവാം മമ്മി. ഈ രാത്രിയിലോ? അതിനി ഏതായാലും വേണ്ട. അത് ശരിയാ ജോബിൻ. ഇപ്പൊ ഈ രാത്രി അങ്ങോട്ട് ചെന്നിട്ടും കാര്യമില്ല. ആരെയും ഒന്ന് കാണാൻ കൂടി പറ്റില്ല. നമുക്ക് നാളെ പോകാം. അത് മതി, അതാ നല്ലത്. നീ ചെന്ന് ഡ്രസ്സ് മാറ്, കഴിക്കാനെടുക്കാം. എനിക്കൊന്നും വേണ്ട മമ്മി. ഞാൻ ലൈറ്റായിട്ട് കഴിച്ചിട്ടാ വന്നത്. മമ്മി അമ്മച്ചിയും കഴിച്ചോ? കണ്ടോ, ഇവനെ കാത്തിരുന്ന നമ്മൾ ആരായി?
എന്നാ പിന്നെ താമസിക്കണ്ട ഡേസമ്മേ, നീ കഴിക്കാനെടുക്ക്. നേരം വൈകിയതുകൊണ്ടാണെന്ന് തോന്നുന്നു വായുകോപം. ചെല്ലു അമ്മേ, ചെന്ന് കഴിക്കാം. ഹലോ മാളു, താൻ എത്തിയോ? ഞാൻ എപ്പോഴേ എത്തി? ഡോക്ടർ ഇത് എവിടെയായിരുന്നു? ഞാൻ വന്നത് മുതൽ വിളിക്കാം. സോറി മാളു, ഫോൺ ചാർജ് കയറുന്നു ഓഫായി പോയി. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുമായിരുന്നു. 2-3 എമർജൻസി കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ആതിരയുടെ കാര്യം അറിഞ്ഞില്ലേ? വന്നപ്പം മമ്മി പറഞ്ഞറിഞ്ഞു. എന്ത് കഷ്ടായി പോയി. നന്ദൻ സാറും ആതിരയും കൂടി വീപ്പേങ്കിലെ കാണാൻ വന്ന വരവായിരുന്നു. ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണെന്ന് കേട്ടത്. മമ്മി പറഞ്ഞു. അപ്പുവിന്റെ കാര്യം ആലോചിച്ച് എനിക്കാകെ ടെൻഷൻ ആവുന്നു ഡോക്ടർ. തനിച്ചിരുന്നിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. എനിക്ക് ഡോക്ടറിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സാരമില്ല മാളു, ഞാൻ നാളെ വരാം. നാളെ പറ്റുമെങ്കിൽ ഡോക്ടർ ഒന്ന് ലീവ് എടുക്കോ? നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ എത്താം. ഡോക്ടർ അവിടെ എത്തിയാൽ മതി. ഞാൻ വരാം. നാളെ ഒരു ഡേ മുഴുവൻ നമുക്ക് അപ്പുവിന്റെ കൂടെ അവിടെ ഇരിക്കണം കേട്ടോ. ഈ സമയത്ത് അപ്പുവിനെ ആശ്വസിപ്പിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ? താനൊന്ന് സമാധാനിക്ക്. നമുക്ക് നാളെ തന്നെ അപ്പുവിനെ പോയി കാണാം. ഡോക്ടർ നല്ല ടയേർഡാണല്ലോ. അതെ. എന്നാ കിടന്നോളൂ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എനിക്കിനി ഉറക്കം വരുന്നു തോന്നുന്നില്ല. മാളു സമാധാനത്തോടെ കിടക്ക, നമുക്ക് രാവിലെ കാണാം. ശരി. ആതിര, ആതിര, ഡോക്ടർ, ആതിര കോൺഷ്യസ് ആയെന്നാ തോന്നുന്നത്. ആതിര, ആതിര, ആതിരയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമോ ആതിര? ആതിര, എന്തെങ്കിലും പറയാൻ ശ്രമിക്കൂ. ആതിര, കമോൺ. ആതിരയ്ക്ക് എന്താ വേണ്ടേ? ആരെങ്കിലും കാണണോ? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അപ്പു ഇവിടെയുണ്ട്. ആതിരയ്ക്ക് അപ്പുവിനെ കാണണോ? അപ്പുവിനെ ഉടനെ കാണാം കേട്ടോ. ആതിരയ്ക്ക് വേദന തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ, റിലാക്സ്. അപ്പുവിനെ ഇപ്പൊ വിളിപ്പിക്കാം കേട്ടോ. ഈ റെസ്പോൺസ് എത്ര നേരം സസ്റ്റെയിൻ ചെയ്ത് നോക്ക്. ശരി ഡോക്ടർ. അപ്പോ എന്തെങ്കിലും വിവരം അറിഞ്ഞോ? അപ്പോ നിനക്ക് ഞാൻ കോഫി വാങ്ങിയിട്ടുണ്ട്, എടുക്കട്ടെ? വേണ്ട. എന്തേലും കുടിക്കാതെ എങ്ങനെയാ? എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഇത് കുറച്ചെങ്കിലും കുടിക്കേ. വേണ്ട അമ്മ, വേണ്ടഞ്ഞിട്ടാ. ബീപ്പ് എവിടെ? ആരെയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തു പോയി. ഇപ്പൊ വരും. അപ്പോ എന്താ ഇതൊക്കെ? എന്താ അവർക്ക് പറ്റിയത്? ആതിര എവിടെ? നല്ല ചേച്ചിയും ആതിര ഇതിനുള്ളിലുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടത്തേക്കുവാ. അപ്പോ നന്ദനോ? നന്ദൻ എവിടെ? നന്ദൻ സാറും ICU-ലാ. അത് അടുത്ത ബ്ലോക്കിലാ. അപ്പോ ആതിര കണ്ടോ? അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഇല്ല നല്ല ചേച്ചി, ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. രണ്ടുപേർക്കും പേടിക്കത്തക്കതായിട്ടൊന്നുമില്ലല്ലോ. നന്ദൻ സാറിന് കാര്യമായിട്ട് പരിക്കില്ല. അപ്പോ ആതിര മോൾക്കോ? നന്ദന്റെ അമ്മാവനാണല്ലേ? അതെ. വിവരം അറിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ തിരിക്കാമെന്ന് വെച്ചതാ. അപ്പോഴാ
ഇവിടെ നിന്ന് വിളിച്ച് രാവിലെ വന്നാ മതി എന്ന് പറഞ്ഞത്. കുട്ടി വിഷമിക്കാതിരിക്കുക, ആർക്കും ഒന്നും സംഭവിക്കില്ല. വിവരം അറിഞ്ഞത് മുതൽ ആകെ ഭ്രാന്ത് പിടിച്ച മട്ടിലായ ഇവൾ. ആതിര മോളെന്ന് വെച്ചാ ഇവക്ക് ജീവനാ. പ്ലീസ്, ഇവിടെ ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കരുത്. ഇവിടെ വിസിറ്റേഴ്സ് ഒട്ടും അലോഡ് അല്ല. സിസ്റ്റർ, ആതിരയ്ക്ക് ഡോക്ടർ ഇപ്പൊ വരും. ഡോക്ടർ പറയും. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിക്കണമെന്നില്ല. ഡോക്ടർ കണ്ട ഞങ്ങളെ വഴക്ക് പറയും. സിസ്റ്ററെ, ഞങ്ങൾക്ക് ആതിരയുടെ കൂടെയുള്ള നന്ദനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പുറത്തെ ബ്ലോക്കില് ICUലൊന്ന് അന്വേഷിക്കൂ. ഡോക്ടർ സമ്മതിച്ച ആരെങ്കിലും ഒരാളെ കാണാൻ അനുവദിച്ചേക്കും. ശരി, അച്ഛാ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോ ഞങ്ങളിപ്പോ വരാം. പോയിട്ട് വരാം ആന്റി. ഡോക്ടർ, ആതിര ഗോഡ്സ് ഗ്രേസ്. ആതിരയുടെ കണ്ടീഷനിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? നോ, ഇപ്പൊ പറ്റില്ല. പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ട്. പക്ഷേ അത് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുന്നു നോക്കണം. എന്നിട്ടേ വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പറ്റൂ. ആരാ അപ്പു? ഞാനാ. ആ, ഇയാൾ ഇവിടെ ഉണ്ടാവണം. പേഷ്യന്റ് അപ്പുവിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ആതിര സംസാരിച്ചു തുടങ്ങിയോ ഡോക്ടർ? പക്ഷെ അത് പൂർണ്ണബോധത്തോടെ അല്ല. ഏതായാലും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും ആതിരയ്ക്ക് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ അപകട നില തരണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം. ശരി, സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. താങ്ക് യു ഡോക്ടർ. ആ, ഞാനേ VP ഒന്ന് വിളിച്ച് പറയാം. നന്ദേട്ടാ, നിളയോ? നിളയപ്പോ എത്തി? ഏയ് നിള, എന്താ ഇത്? എനിക്കൊന്നുമില്ല. നീ ആതിരെ കണ്ടോ? ഇല്ല. ആതിര കിടക്കുന്നിടത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അപ്പോ അവൾക്ക് നല്ല പരിക്കുണ്ടല്ലേ? എന്നിട്ട് അപ്പോൾ ഡോക്ടർക്ക് പറയുന്നത് ആതിരക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ. ആതിരയ്ക്ക് കുഴപ്പമൊന്നുമില്ല നന്ദേട്ടാ. സെഡേഷനിലായതുകൊണ്ട് ആരെയും കാണാൻ അനുവദിക്കുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് അവളെ ഒന്ന് കാണണം. എത്ര പറഞ്ഞിട്ടും ഇവരാരും അതിന് സമ്മതിക്കുന്നില്ല. നന്ദേട്ടൻ വിഷമിക്കാതെ. ആതിരയ്ക്ക് പേടിക്കത്തക്കതായി ഒന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. അത് അവര് മാത്രം പറഞ്ഞ പോരല്ലോ, എനിക്കും കൂടെ ബോധ്യപ്പെടണ്ടേ? നിള, എനിക്ക് അവളെ ഒന്ന് കാണണം. വിഷമിക്കാതെ നന്ദേട്ട. ആദ്യം നന്ദേട്ടന്റെ ഈ പരിക്കൊക്കെ ഒന്ന് ഭേദമാവട്ടെ, എന്നിട്ട് കാണാം ആതിരെ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അവളെ കണ്ടാ മതി. നന്ദേട്ട. സാർ, അധികം ദേഹം ഇളക്കരുത് കേട്ടോ. അതെ, അത്യാവശ്യം സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പുറത്തു പോകണം കേട്ടോ. നന്ദേട്ടൻ വിഷമിക്കരുത്. ആതിരയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞാനും അപ്പുവും അപ്പുവിന്റെ വീട്ടുകാരും ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് അവളെ ഫോണിലെങ്കിലും വിളിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ നന്ദേട്ട, ആതിര മയക്കത്തില്ല. ഉണരട്ടെ, ഞാൻ വിളിച്ചു തരാം. നന്ദേട്ട. ശരി, നിള പോയിക്കോ. അധിക സമയം ഇവിടെ നിൽക്കണ്ട. അപ്പോ ദേ ഇത് കുടിക്ക്. ഇപ്പൊ വേണ്ടമ്മ. എന്താ അപ്പോ ഇത്? ഇതെങ്കിലും ഒന്ന് കുടിക്ക്. എനിക്കിപ്പോ വേണ്ടമ്മേ.
അപ്പു എന്താ സിസ്റ്റർ? അപ്പുവിനെ കാണണമെന്ന് ആതിര ആവശ്യപ്പെടുന്നുണ്ട്. 1-2 മിനിറ്റ് മാത്രമേ അകത്ത് നിൽക്കാവൂ. പേഷ്യന്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്. ശരി സിസ്റ്റർ. വരൂ. പോയിട്ടു അപ്പു. അപ്പോ അപ്പോ മെല്ലെ ആതിരെ ഒന്ന് ഉണർത്താൻ ശ്രമിച്ചു നോക്കണം. പിന്നെ പേഷ്യൻറ്റിന് ഒരു തരത്തിലും ഇമോഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ നോക്കണം. ഐ മീൻ കരച്ചിലോ ഉച്ചത്തിലുള്ള സംസാരമോ ഒക്കെ പേഷ്യൻറ്റിന് വല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. വളരെ ശാന്തതയോടും പ്രസന്നതയോടും വേണം ആതിരയോട് ഇൻട്രാക്ട് ചെയ്യാൻ. ഓക്കെ? പിന്നെ ബ്രദറിനെ പറ്റി വല്ലതും ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് വേണം പറയാൻ. അപ്പു എവിടെ ആന്റി? ആതിരയ്ക്ക് ബോധം വീണു. അപ്പുവിനെ കാണണമെന്ന് പറഞ്ഞു. ഈശ്വര, സത്യമാണ് ആന്റി? അതേന്നേ. ഇപ്പൊ അപ്പു അകത്തേക്ക് പോയതേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, എന്റെ കുട്ടിക്ക് ഒരു ആപത്ത് വരുത്തരുതേ. ഇനി പേടിക്കാനൊന്നുമില്ല. ആതിരയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. എന്റെ ഭഗവതി. ശരി, ഇനി മെല്ലെ വിളിച്ചു നോക്കിയേ. ഒരു തരത്തിലും പേഷ്യൻ്റ് ഓവർ എക്സൈറ്റഡ് ആകാതെ നോക്കണം. ആതിര, ആതിര. ആതിര, അപ്പോ ഞാനവിടെ എനിക്കെന്തോ പറ്റിയത്? നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല ആതിര. ഒരു കുഞ്ഞ് ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. നന്ദേട്ട എവിടെ? നന്ദേട്ടന് പലതും. ഏയ്, നന്ദൻ സാറിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നന്ദേട്ട എവിടെ? നന്ദൻ സാറ് പുറത്ത് നിനക്ക് വേണ്ടി കുറച്ച് മെഡിസിൻസ് വാങ്ങാൻ പോയതാ. ഇപ്പൊ വരും. നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പോ എന്താ പറഞ്ഞോ? കുറച്ചു നേരം എന്റെ അടുത്തിരിക്കോ? കണ്ടിന്യൂ. ഉറങ്ങിക്കോ. അപ്പു പോയിട്ട് കുറച്ചായല്ലോ. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും അല്ലേ? അതെ. ഇനിയിപ്പോ സംസാരിച്ചില്ലെങ്കിലും അപ്പുവിന്റെ പ്രസൻസ് ആതിരയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും വിളിപ്പിച്ചത്. ഈശ്വര, ഇപ്പോഴാ ഒരു ആശ്വാസം തോന്നുന്നത്. ഇതുവരെ അപ്പുവിന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഞാനും അതുകൊണ്ടാ കഴിവതും ഒഴിഞ്ഞു മാറി നിന്നത്.